Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, എല്ലാവരും ഫുഡ് കഴിച്ചോ? കഴിച്ചു മിസ്സേ. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. അപ്പൊ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് വായിച്ചു മിസ്സേ. ടഫാണോ? എളുപ്പമാണോ ടഫാണോ? ഈസി ആണോ ടഫാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. നമ്മൾ കഴിഞ്ഞ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് പറഞ്ഞായിരുന്നോ? ആ പോയിന്റ് പറഞ്ഞായിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ, ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണേ. അത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ആ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫും അതുപോലെ തന്നെ അക്രഡിറ്റഡ് ബോഡീസ് ആ പേജ് ഉണ്ടല്ലോ, 124 ആൻഡ് 125, ആ 2 പേജസ് ഒന്ന് റീഡ് ചെയ്യാം. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി, എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. പേജ് നമ്പർ നിങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നണം അല്ലേ? ഓക്കെ.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. നാബ് വരെ വായിച്ചാൽ മതി കേട്ടോ. നാബ് NABH. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. അപ്പൊ നമ്മള് കണ്ടിന്യൂ ചെയ്യാനുള്ളത് ദ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പേഷ്യൻസിനും അതുപോലെ തന്നെ ഓർഗനൈസേഷനും അക്രഡിറ്റേഷൻ കിട്ടുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സ്റ്റാഫിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. അതായത് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ സ്റ്റാഫിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പലരും ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാനായിട്ട് പോകും അല്ലെ. അപ്പൊ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അവിടെ കിട്ടുക എന്നുള്ളതാണ് ഓക്കെ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ദ സ്റ്റാഫ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഈസ് കണ്ടന്റ് എ ലോട്ട് സിൻസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്, ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ് ആൻഡ് ലീഡർഷിപ്പ്. അതായത് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ആണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതായത് അദ്ദേഹത്തിന് ആ ഒരു സ്റ്റാഫിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ്, അതായത് നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോ ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് പഠിച്ചെടുക്കുവാനും സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയൺമെന്റ് ആയിരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. കാരണം എല്ലാ സ്റ്റാഫുകളെയും ഒരുപോലെ എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകളുടെയും അവകാശങ്ങൾ എന്താ പറയാ നേടിയെടുക്കാൻ സഹായിക്കുന്ന, അതായത് സ്റ്റാഫിനുള്ള റൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷം ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ്. ഓക്കെ, ലീഡർഷിപ്പ് എന്ന് പറയുന്ന, അതായത് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു ആളായിട്ട് നേതാവായിട്ട് വർക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു കോർഡിനേറ്റർ ആയിട്ട് നിൽക്കാനും ഒക്കെ അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ഇസ് ഓൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓരോ സ്റ്റാഫുകളും, അതായത് ഓരോ ജോലിക്കാരുടെയും കഴിവുകൾ ഉയർത്താനായിട്ട് സാധിക്കും. ഇപ്പോ ഒരു സ്റ്റാഫ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റാഫിന് എന്ത് കഴിവുകളാണുള്ളത്, എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ടാലന്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പഠിച്ചു വന്നിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ജോലികൾ, അതായത് അവർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന ജോലികൾ, അങ്ങനെയുള്ള പൊസിഷൻസ് ഒക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് എൻഹാൻസസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, knowledge and skill in systematic ways with a defined ownership and accountability of all the staff that include medical and paramedical staff. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉയർത്തുന്നത്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉയരുന്നു, അതുപോലെ അവരുടെ അറിവുകൾ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ഇവരുടെ സ്കില്ലുകൾ കൂടാനായിട്ട് ഇടയാകുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾക്കിപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഹോസ്പിറ്റൽ മേഖലയിൽ ജോലി തേടി പോവാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇപ്പോ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അല്ലെ. ചില സമയത്ത് ഹോസ്പിറ്റൽ മേഖലയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് എവിടെ കാണിക്കാനായിട്ട് സാധിക്കും?
ഫോറിൻ കൺട്രീസിലെ ഹോസ്പിറ്റലിൽ കാണിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഉയർന്ന പൊസിഷനിലുള്ള ഒരു ജോലി കിട്ടാനും സാധ്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. അപ്പൊ സ്റ്റാഫിന് പലവിധ നേട്ടങ്ങളാണുള്ളത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. കാരണം അവിടെ നമുക്ക് ഒരു മിനിമം ഒരു 1 ഇയർ എങ്കിലും ആണ് നമ്മൾ എക്സ്പീരിയൻസ് പറയുക. 1 ഇയറിൽ താഴെ നമ്മൾ പറയാറില്ല. ഒരു 1 ഇയർ എവിടെ നമ്മൾ ജോലി ചെയ്യുന്നതിനും ഒരു മിനിമം ഒരു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പൊ അത് നമുക്കത് പറയാനും അതുപോലെ തന്നെ നമ്മുടെ റെസ്യൂമിൽ കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തിട്ടുള്ള അവിടെ നമുക്ക് ജോലി ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നമ്മുടെ കരിയറിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, അതുപോലെ നമ്മുടെ നോളജ് എങ്ങനെയാണ് നമ്മുടെ വർദ്ധിപ്പിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഏറ്റവും നല്ലത് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപകരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അക്രഡിറ്റഡ് ബോഡീസ് ആണ് പറയാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് നാബ് ആണ്. നാബ് അഥവാ NABH എന്ന് പറയും. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് നമ്മുടെ ദേശീയ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ രാജ്യത്തില് നമ്മുടെ ഹോസ്പിറ്റലുകൾക്കും, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അംഗീകാരം കൊടുക്കുന്ന ഏജൻസിയാണെന്ത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെന്ത്, NABH അഥവാ നാബ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് ഏത് ഓർഗനൈസേഷനാണ്? ഏത് ഓർഗനൈസേഷൻ അംഗീകാരം കൊടുക്കുന്നേ? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ആരാണ്? നാബാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും റെക്കഗ്നീഷൻ അഥവാ അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയാണത്, അക്രഡിറ്റഡ് ബോഡിയാണ് നാബ് അഥവാ NABH. ഫുൾ ഫോം നോട്ട് ചെയ്യണം: നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നോട്ടൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. നോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അതായത് നാബ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ്. ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കാര്യമൊക്കെ താഴെ പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. അത് കൂടാതെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് നാബ് എന്ന് പറയുന്ന ഈ ഒരു അക്രഡിറ്റഡ് ബോഡി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ അല്ല അക്രഡിറ്റേഷൻ കൊടുക്കുന്ന, അവർ പറയുന്ന ക്രൈറ്റീരിയ, മാനദണ്ഡം അനുസരിച്ച് ചില സ്റ്റാൻഡേർഡുകൾ പാലിച്ചാൽ മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുക. വെറുതെ ഒന്നും ഒരു ഹോസ്പിറ്റലിലും എന്ത് കിട്ടില്ല, അക്രഡിറ്റേഷൻ കിട്ടില്ല. പ്രത്യേകിച്ച് നാബിന്റെ അക്രഡിറ്റേഷൻ ചില ക്രൈറ്റീരിയകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ഇതൊരു സ്വയംഭരണ അധികാരമുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഓട്ടോണമസ് ബോഡി. അതുപോലെ തന്നെ ഇത് നിലവിൽ വന്നത് 2005-ലാണ്. നാബ് എന്ന് പറയുന്ന ആ ഒരു അക്രഡിറ്റഡ് ബോഡി നിലവിൽ വന്നിട്ടുള്ളത് 2005-ലാണ്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. NABL. NABL എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. NABL നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് അല്ലെ. ഓക്കെ, നാഷണൽ
അറിയാത്തവരൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്സ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന അക്രഡിറ്റഡ് ബോഡിയാണിത് NABL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലാബുകൾക്കും ഒരു അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണിത് NABL. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് നോക്കാം ACHSI. ഓക്കെ, ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അതായത് ലോകത്തെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു അക്രഡിറ്റഡ് ബോഡിയാണെന്ത് ACHSI എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സോ അതിന്റെ പേരാണ് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഇത് ഇന്റർനാഷണൽ ലെവലാണ്, നമ്മുടെ ഇന്ത്യയിലല്ല കേട്ടോ. അതായത് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഈ ഒരു ACHSI എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ACHSIയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ്. ഇതൊരിക്കലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് രാജ്യത്തുടനീളമുള്ള ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ ക്വാളിറ്റി ഉറപ്പാക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് JCI ആണ്. JCI നമുക്ക് നോക്കാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. വർക്ക്സ് ടു എൻഹാൻസ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ബൈ പ്രോമിസിംഗ് എഡ്യൂക്കേഷൻ, പബ്ലിക്കേഷൻസ്, advisory services and international accreditation and certification. JCI is the world's largest healthcare accredited. Since 1994, each hospital that has tried JCI's gold seal of approval has done so as part of consent performance improvement journey. Okay, അപ്പൊ JCIനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് രോഗികളുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCI പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ JCIയുടെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താണ്? അവർ പറയുന്ന ഒരു കാര്യം എന്താണ്? പ്രധാനമായിട്ടും പേഷ്യന്റ് സേഫ്റ്റി, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി, അതിനു വേണ്ടിയിട്ടാണ് JCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. ഇത് അന്താരാഷ്ട്രപരമായിട്ട്, അതായത് ഇന്റർനാഷണലി ഇതൊരു എല്ലാ രാജ്യങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞു ACHSI പോലെ തന്നെ, അതായത് ലോകത്തിലുടനീളമുള്ള വിവിധ രാജ്യങ്ങളിലെ ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഈ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അംഗീകാര സ്ഥാപനമാണ് ആര്? JCI. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ലോകത്തിലെ തന്നെ, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ്? ഏതാണ്? JCI ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവര് വേറെ ചില കാര്യങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്, ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എന്താണ്? അതായത് രോഗികളുടെ സുരക്ഷ, അവരുടെ സേഫ്റ്റി, അതുപോലെ തന്നെ സേവനത്തിന്റെ നിലവാരം, അതായത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഉപദേശങ്ങൾ, അഡ്വൈസറി, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആര് നൽകുന്നുണ്ട്? JCI നൽകുന്നുണ്ട്. അപ്പോ അക്രഡിറ്റേഷന് പുറമേ തന്നെ എന്താണ്? എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നു. അതുപോലെ ഇവരുടേതായിട്ടുള്ള പല ഹെൽത്ത് വൈസ് ആയിട്ടുള്ള പല മാഗസീൻസ് ഇവർ അച്ചടിച്ചിറക്കുന്നു. അതുപോലെ തന്നെ അഡ്വൈസറി പാനലായിട്ട്, അതായത് ഏതെങ്കിലും ഹോസ്പിറ്റലുകൾക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇവര് വാഗ്ദാനം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. അക്രഡിറ്റേഷന് പുറമെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ
പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങള്, ജേർണലുകള്, പിന്നെ അഡ്വൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി JCA ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 1994 മുതൽ ഹോസ്പിറ്റലുകള് JCAയുടെ ഗോൾഡ് സീൽ, അതായത് ഏറ്റവും മികച്ച ഹോസ്പിറ്റലിന് ഇവര് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ പരസ്പരം എന്താണ്, കോമ്പീറ്റ് ചെയ്യുവാണ്, മത്സരിക്കുവാണ് ഈ JCAയുടെ ഗോൾഡ് സീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഇവരുടെ ഗോൾഡ് സീൽ കിട്ടാന്ന് പറയുന്നത് അത്ര നിസ്സാരം ഒരു കാര്യമല്ല. വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് JCAയുടെ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലുകൾക്ക് കിട്ടുള്ളൂ. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് നാബിനെ കുറിച്ച് നോക്കാം കേട്ടോ. The NAB standards are modernized every 4 years, and now the hospital puts into effect 5th edition standard, April 2020. NAB standards focus on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. NAB is given by an autonomous body established by Government of India, known as QCA, Quality Council of India, which is the standard making board in India. Okay. അപ്പൊ നാബ് സ്റ്റാൻഡേർഡ്, അതായത് നാബില് ഞാൻ നേരത്തെ പറഞ്ഞു, നാബ് എന്ന് പറയുന്ന ഒരു അക്രഡിറ്റഡ് ബോഡി ചില കാര്യങ്ങൾ, അതായത് ചില ക്രൈറ്റീരിയ അവര് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് സ്റ്റാൻഡേർഡ് എന്നാണ് പറയാ. ഈ ക്രൈറ്റീരിയ പാലിക്കുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് അവർ അക്രഡിറ്റേഷൻ കൊടുക്കുക. ഓക്കെ. അപ്പൊ നാബ് എന്ന് പറയുന്ന നാബിന്റെ സ്റ്റാൻഡേർഡുകൾ, ഓക്കെ, നാബിന്റെ സ്റ്റാൻഡേർഡുകൾ മീൻസ് ക്രൈറ്റീരിയകള് എല്ലാ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഓക്കെ. എല്ലാ 4 ഇയേഴ്സിലും, എല്ലാ 4 വർഷം കൂടുമ്പോഴും നാബിന്റെ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാറുണ്ട്, മാറ്റങ്ങൾ, ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള നാബ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് അവർ പറയുന്ന നാബ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2020 പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ. പക്ഷെ 2024 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നാബിന്റെ പുതിയ സ്റ്റാൻഡേർഡ് വന്നു. അതിനകത്ത് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാലും അധികം മാറ്റങ്ങളല്ല, ഇതിനോട് സിമിലർ ആവുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ടാവാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. നാബിന്റെ 2020 നിലവിൽ വന്ന 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മെയിൻ ആയിട്ടും നാബ് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ സേഫ്റ്റിയാണ്, പേഷ്യന്റിന്റെ സുരക്ഷ, അതുപോലെ തന്നെ നൽകുന്ന സേവനത്തിന്റെ, ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരം, ഇവയൊക്കെ എന്താണ് നാബ് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ ഇത് ചേഞ്ച് വരാം. അതായത് ചില ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് കൊടുക്കുന്ന രീതിക്കും, അതായത് പേഷ്യന്റ് സേഫ്റ്റി കൊടുക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഒരുക്കി കൊടുക്കുന്നതിലൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കാം. എന്തെന്നിരുന്നാലും നാബ് മുന്നോട്ട് വെക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് പേഷ്യന്റ് സേഫ്റ്റി, മറ്റേത് ക്വാളിറ്റി ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ. ഓക്കെ. അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ് എല്ലാ 4 വർഷം കൂടുമ്പോഴും മാറ്റം വരുന്നതാണ്. 2020 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന നാബിന്റെ സ്റ്റാൻഡേർഡ് 2020 നിലവിൽ വന്നതാണ്. 2020 ഏപ്രിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. 2024 അതിന് മാറ്റം വന്നിട്ടുണ്ടാകാം. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? 2024 എന്ത് ചെയ്തിട്ടുണ്ടാകാം, 4 വർഷം കൂടിയല്ലേ, അതിൽ മാറ്റം വന്നിട്ടുണ്ടാകും. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ നിങ്ങള്, NAB is given by an autonomous body established by the Government of India, known as QCA, Quality Council of India, which is the standard making body in India. Okay. ഇപ്പൊ NAB എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് NAB പ്രവർത്തിക്കുന്നത്.
ഇതൊരു സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്. അതായത് ഇന്ത്യയിലെ പലതരത്തിലുള്ള, അതായത് പല ഓർഗനൈസേഷൻസിനും എന്താ ഒരു ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അതിന്റെ അണ്ടറിലാണ് നാബ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ഏരിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കേട്ടോ. അതായത് പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകള്, പിന്നെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകള്, സർവീസുകള്, അതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ കീഴിലാണ് നാബ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം അല്ലെ. NAB mainly divides hospital into two main division. അപ്പൊ നാബിന്റെ ഇതനുസരിച്ച്, സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹോസ്പിറ്റലിനെ രണ്ട് രീതിയിൽ തിരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. SHCO, HCO. ഒന്നെന്ന് പറയുന്നത് SHCO ആണ്, രണ്ടെന്ന് പറയുന്നത് HCO ആണ്. അപ്പൊ SHCO എന്താണെന്ന് നമുക്ക് നോക്കാം. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെയാണ് എന്ത് പറയുന്നത്, SHCO എന്ന് പറയുന്നത്. ഓക്കെ, അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ. അതായത് നമ്മുടെ നാബിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞല്ലോ, നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും നാബ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ, ഓർമ്മയുണ്ടെങ്കില്? ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അതായത് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും കുറെ അധികം എന്താ പറയാ നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഒന്ന് പേര് പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അറിയാമെങ്കിൽ പേര് പറയാമോ? LF ഹോസ്പിറ്റൽ അല്ലേ? ആ, ട്രാവൻകൂർ മെഡിസിറ്റി. കുറെ അധികം ഉണ്ട്. ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഇത് മുമ്പ്, അതായത് 2022 കണക്കനുസരിച്ചിട്ടാണ് ഞാനിപ്പോ പറയുന്നത് കേട്ടോ. അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ചില ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അപ്പൊ പ്രധാനപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ പേര് ഞാൻ പറയാം. അതായത് ഒരു 860 ഹോസ്പിറ്റലുകളോളം ഉണ്ട്. അതായത് മുമ്പത്തെ കണക്കനുസരിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരു 860ഓളം അല്ലെങ്കിൽ അതിന് മേലെ വരുന്ന ഒരു കണക്കാണ് നാബ് അംഗീകാരം നൽകിയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ എന്ന് പറയുന്നത് കേട്ടോ. 860 കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ആണുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കറന്റ്, അതായത് ഇതിനകത്ത് എണ്ണത്തിൽ കൂടുതൽ വരാം കേട്ടോ, വ്യത്യാസം വരാം. ഒരു 53 അല്ലെങ്കിൽ ഒരു 100നോടൊക്കെ അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഖ്യ. ഓക്കെ, 100-നൊക്കെ താഴെ വരുന്ന ഒരു സംഖ്യയാണ് നമ്മുടെ കേരളത്തില് നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത്രയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ പ്രധാനപ്പെട്ട 5 മെഡിക്കൽ കോളേജ് ആണ് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ കേരളത്തില്. അതിലൊന്നാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂര്. കേട്ടിട്ടുണ്ടോ? അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂര്. ഓക്കെ, അത് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല, കേരള. ബിലീവേഴ്സ്. ഓക്കെ, അടുത്തത് മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. അതുപോലെ തന്നെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു കറക്ഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പറഞ്ഞുതരാം.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തില് ചില ഹോസ്പിറ്റലുകളുടെ പേര് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ വരാം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നമ്മുടെ കേരളത്തില് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം, ലക്ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ എറണാകുളം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ദെൻ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. ഓക്കെ, ഇതിനകത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് അല്ലെ. ഏതാണ്? ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. കേട്ടിട്ടുണ്ടോ? ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം കേട്ടിട്ടുണ്ടല്ലേ? പലതരത്തിലുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ആധുനിക ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെ പലതരത്തിലുള്ള സർജറീസും അതുപോലെ തന്നെ പലതരത്തിലുള്ള, അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതായത് മറ്റു മെഡിക്കൽ കോളേജുകളോട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്കുകളാണ് അവിടെ ചെയ്യുന്നത് കൂടുതലായിട്ടും. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി വരെ അവിടെ ചെയ്തിട്ടുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ എറണാകുളം ജനറൽ ആശുപത്രിയും അതുപോലെ തന്നെ നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ മാത്രം പറഞ്ഞതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇനി ഇതിൽ കൂടുതൽ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ. Then NAB mainly divides hospital into two main division. അപ്പൊ രണ്ട് ഡിവിഷൻ ആയിട്ട് ഹോസ്പിറ്റൽ NAB എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകളെ തിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതായത് ഈ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ NAB പറയുന്നത് വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്, 50 കിടക്കുകളിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെയാണ് NAB SHCO എന്ന് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോ 50 ബെഡ് ബിലോ 50 ബെഡ്സ് ആണെങ്കിൽ അതിനെ NAB പറയുന്നതാണ് എന്ത്? SHCO എന്ന്. ഓക്കെ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. Then HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. ഇനി 50 കിടക്കുകളിൽ കൂടുതലാണ് ഒരു ഹോസ്പിറ്റൽ ഉള്ളതെങ്കിൽ ആ ഹോസ്പിറ്റലിനെ NAB വിളിക്കുന്ന പേര് HCO അഥവാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. SHCO എന്ന് പറഞ്ഞാല് 50 ബെഡിന് താഴെയാണ്, HCO എന്ന് പറയുന്നത് 50 ബെഡിന് മുകളിലാണ്. Okay, NAB standards for hospital is arranged by the technical committee constituted by NAB that has esteemed persons from clinical, nursing and medical administration areas. The accreditation standards consider the needs of various laws and regulations and guidelines laid down by government from time to time. Okay, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് NABിന്റെ സ്റ്റാൻഡേർഡുകൾ അറേഞ്ച് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, NABിന്റെ സ്റ്റാൻഡേർഡുകൾ, അതായത് അവര് പറയുന്ന ചില ക്രൈറ്റീരിയകൾ ഉണ്ട്, അത് ആരാണ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആരാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത്. മെഡിക്കൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ വിദഗ്ധർ ചേർന്ന കമ്മിറ്റിയാണ് NAB സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെ ചേർന്നിട്ടാണ് NABിന്റെ സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കുന്നത്? മെഡിക്കൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ വിദഗ്ധർ ചേർന്ന കമ്മിറ്റിയാണ് NAB സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ഗവൺമെന്റിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് പരിഗണിച്ചിട്ടാണ് ഇവരിത് ഒരുക്കുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മെഡിക്കൽ നഴ്സിംഗ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ നിന്നുള്ള ആളുകൾ NABിന്റെ സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതായത് ഈ ഒരു സ്റ്റാൻഡേർഡുകൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ 4 വർഷം കൂടുമ്പോഴും NABിന്റെ സ്റ്റാൻഡേർഡുകളും എന്താ പറയാ ഒരു മോഡേണൈസ്ഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പുതുക്കുമ്പോൾ എന്താണ് ചില മാറ്റങ്ങൾ അതിനകത്ത് വരാം. ഓക്കെ,
എപ്പോഴും ഒരേപോലെ, അതായത് 4 വർഷം മുമ്പുള്ള കാര്യമായിരിക്കില്ല 4 വർഷത്തിന് ശേഷം അവര് ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താവുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തത് നമുക്ക് നോക്കാം. മെയിൻ NAB ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters with the 100 standards and 651 objective elements. Standards refers to a set objective for the performance. Elements come under each standard and are used to observe the performance. Out of 651 objective elements, 1 or 2 are in core category, which are necessarily judged during each assessment. 459 are in commitment category, which will be judged during final assessment. 60 are in achievement category, which will be estimated during surveillance assessment. And 30 are in excellence category, which will be assessed during accreditation. Okay. അപ്പൊ നാബിന്റെ ഗൈഡ് ബുക്ക് അഥവാ സ്റ്റാൻഡേർഡ് കേട്ടോ, നാബിന് ഒരു പ്രത്യേകമായിട്ടുള്ള ബുക്ക് ഉണ്ട്. ആ ബുക്കിലായിരിക്കും പ്രത്യേകമായിട്ട് ഈ നാബിന്റെ ക്രൈറ്റീരിയ, അതായത് സ്റ്റാൻഡേർഡുകൾ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ എണ്ണമൊക്കെ എത്രയാണെന്ന് നോക്കാം. NAB ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters. അതായത് നാബിന്റെ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് അവൈലബിൾ അല്ലേ? ഓരോ മൊഡ്യൂളിലും കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ നാബിന് ഒരു ഗൈഡ് ബുക്ക് അഥവാ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിനകത്ത് 10 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ. ഈ 10 ചാപ്റ്റേഴ്സിലായിട്ട് 100 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, 100 സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുന്നു. ഓക്കെ. അതുപോലെ തന്നെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കുറിച്ച് പറയുന്നു. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഇതിലുള്ളത്, നാബിന്റെ ഗൈഡ് ബുക്കിലുള്ളത്. ശ്രദ്ധിക്കുക, നാബിന്റെ ഗൈഡ് ബുക്കില് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതോടൊപ്പം 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സും ആണ് ഉള്ളത്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലെ, 100 സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്. അതായത് നമ്മൾക്ക് പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കൂട്ടം ലക്ഷ്യങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, നാബിന്റെ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ. ഓക്കെ. Okay. Then elements come under each standard and are used to observe the performance. അതായത് ഈ എലമെന്റ്സ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 ആണുള്ളത്. ഓരോ സ്റ്റാൻഡേർഡിനൊപ്പമാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, അതായത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ. 102 എണ്ണം എങ്ങനെയാ വരുന്നത്? കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് പറയുന്നത് അത്യാവശ്യമാണ് കേട്ടോ, വളരെ. അതായത് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ 102 എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. കോർ കാറ്റഗറി എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകങ്ങൾ. ഓക്കെ. അത്യാവശ്യ ഘടകങ്ങളാണെന്ത്? കോർ കാറ്റഗറി. അപ്പൊ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 എണ്ണം അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടതാണ്. ഓക്കെ. Then which are necessarily judged during each assessment. അതുപോലെ തന്നെ ഈ കാര്യങ്ങള് ഓരോ, അതായത് എപ്പോഴും എന്താണ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് 102 എണ്ണം വരുന്നത് ഞാൻ പറഞ്ഞു, കോർ കാറ്റഗറിയിൽ വരുന്നെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ.
ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കോർ കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്, ജഡ്ജ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? വിസ്മയം മാത്രമാണ് ക്ലിയർ ആണെന്ന് പറയുന്നത്. കുറച്ച് പാടാണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ 102 എണ്ണം കോർ കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ 459 എണ്ണം അത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. 459 കേട്ടോ. 459 അത് എന്തിലാണ് വരുന്നത്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ദീർഘകാലമായിട്ട് എന്താ പറയാ, അതായത് പതുക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോ നമ്മൾക്ക് എന്താ പറയാ കുറച്ച് അത്യാവശ്യ ഘടകങ്ങൾ അല്ലെങ്കിൽ കോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം പിടിച്ച് പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിൽ വളരെ പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോ ഇത് ഹോസ്പിറ്റലിൽ ഒരു ബാധ്യതയാണ്, അത് ഇത്ര നാളത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. which will be judged during final assessment. ഇതിന് എപ്പോഴും എന്ത് ചെയ്യണ്ട, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അസസ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനൊറ്റൊരു അസസ്മെന്റ് നടത്താൻ മതി. അതായത് ആ ഒരു കുറച്ചു കാലം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ആ ഒരു കാര്യം ചെയ്ത് ഫിനിഷ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിനൊരു അസസ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, ഒന്ന് ഇവാലുവേഷൻ കൊടുത്താൽ മതി കേട്ടോ. അടുത്തത് 60 are in അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഗുണമേന്മ ഉയർത്തുന്നതിനും മികച്ച പ്രവർത്തനം ഹോസ്പിറ്റലിൽ നടത്താനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഉയർത്തുന്നതിനും അതുപോലെ തന്നെ മികച്ച പ്രവർത്തനം നടത്തുന്നതിനും വേണ്ടിയുള്ളതാണ് ഇത് അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, അതെപ്പോഴാണ്? which will be estimated during surveillance assessment. അതായത് ഇത് എന്താ പറയാ, നമ്മള് ഭയങ്കരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല, എന്നാലും എന്താണ് ഒരു ഒബ്സർവേഷൻ അതിന് ആവശ്യമാണ്. അതിനെയാണ് സർവൈലൻസ് അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The last one, 30 are in excellence category, which will be assessed during re-accreditation. അതായത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എക്സലൻസ് കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സലൻസ് കാറ്റഗറി എന്താണ്? ഏറ്റവും ഉയർന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യില്ലേ, മറ്റാരും ചെയ്യാത്ത രീതിയിലൊക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? എക്സലൻസ് കാറ്റഗറിയിൽ വരുന്നത്. ഇത് റീ അക്രഡിറ്റേഷന് കാരണമാകുന്നു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് എല്ലാ കാലത്തേക്കും ഞാൻ പറഞ്ഞ അക്രഡിറ്റേഷൻ തരില്ല അല്ലെ, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നമ്മൾ വീണ്ടും അക്രഡിറ്റേഷന് അർഹരാകുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എത്ര ചാപ്റ്റേഴ്സ് ആണ് നാബിന്റെ ഗൈഡ് ബുക്കിലുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാമോ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? എത്ര ചാപ്റ്റേഴ്സ് ആണ്? 10 അല്ലേ? സ്റ്റാൻഡേർഡുകൾ എത്ര എണ്ണമാണുള്ളത്? സ്റ്റാൻഡേർഡ്സ് എത്ര എണ്ണമുള്ളത്? 100. ഓക്കെ. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്ര എണ്ണമുള്ളത്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 ആണുള്ളത്. അതിനകത്ത് കോർ കാറ്റഗറിയിൽ എത്ര എണ്ണം വരുന്നു? കോർ കാറ്റഗറി 102. ഓക്കെ, കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ എത്ര എണ്ണ വരുന്നേ? കമ്മിറ്റ്മെന്റ് കാറ്റഗറിയില് 459. ഓക്കെ, അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ എത്ര എണ്ണം വരുന്നു? അച്ചീവ്മെന്റ് കാറ്റഗറി 60. ഓക്കെ, എക്സലൻസി കാറ്റഗറിയിൽ എത്ര എണ്ണം വരുന്നേ? എക്സലൻസി കാറ്റഗറി 30 എണ്ണം. ഓക്കെ, വെരി ഗുഡ്.
SHCO എന്ന് പറഞ്ഞാൽ എന്താണ്? SHCO 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 എന്താണ്? SHCO ഫുൾ ഫോം എന്ന് പറഞ്ഞു. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലേ? എത്ര ബെഡാണ് അവിടെ പറയുന്നത്? ബെഡിന്റെ കണക്ക് എങ്ങനെയാ പറയുന്നത്? ലെസ് ദാൻ 15. ഓക്കെ. HCO എന്താണ്? HCO എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലേ? എത്രയധികം ബെഡാ പറയുന്നേ? ബെഡ് എത്ര എന്നാ പറയുന്നേ? ഓക്കെ. ഇനി നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? നാബ് സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? ഒരു കമ്മിറ്റി ഉണ്ട് അല്ലെ? ടെക്നിക്കൽ കമ്മിറ്റി അല്ലെ? അതിനകത്ത് ഏത് വിഭാഗങ്ങളിലുള്ള ആളുകളാണുള്ളത്? ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളാണുള്ളത് കമ്മിറ്റിയില്? ക്ലിനിക്കൽ, നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. ഓക്കെ, വെരി ഗുഡ്. നാബ് എന്ന് പറയുന്ന സ്ഥാപനം ഏത് ബോഡിയുടെ അണ്ടറിലാണുള്ളത്? ഏത് ഓർഗനൈസേഷൻ അണ്ടറിലാണുള്ളത് നാബ് എന്ന് പറയുന്ന സ്ഥാപനം? QCA അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്തത് നോക്കാം അല്ലേ? നോക്കിയാൽ ഞങ്ങള് നാബ് സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതായത് പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് AAC ആണ്. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതായത് പേഷ്യന്റിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പേഷ്യന്റ് കെയറിനെയാണ് ഇവിടെ AAC എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡില് ആദ്യം വരുന്നത് പേഷ്യന്റിനെ സെന്റർ ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അവരുടെ കെയർ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കെയർ ആണ് വരുന്നത്. ഓക്കെ. രണ്ടാമത്തത് കെയർ ഓഫ് പേഷ്യന്റ്. വീണ്ടും അത് തന്നെയാണ് വരുന്നത്, പേഷ്യന്റിന്റെ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ പരിപാലനം. മൂന്നാമത്തത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. അതായത് മരുന്നുകൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, പ്രോപ്പർ ആയിട്ട് ഓരോ രോഗികൾക്കും എങ്ങനെ മരുന്നുകളൊക്കെ കൊടുക്കാം, അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനിൽ പറയുന്നത്. D പോയിന്റ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ പേഷ്യന്റ് എന്തൊക്കെ അവകാശങ്ങളാണുള്ളത്, എന്തൊക്കെ അവരുടെ എന്താ പറയാ അവയർനെസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് അതിനകത്തുള്ളത് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് HICയിൽ വരുന്നത്. ഓക്കെ. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, കെയർ ഓഫ് പേഷ്യന്റ്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ. നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. അതായത് ഒരു ഓർഗനൈസേഷനെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. പേഷ്യന്റ് സുരക്ഷ, അതുപോലെ തന്നെ ഗുണനിലവാരം, PSQ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഹോസ്പിറ്റലില്, അതിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ROM എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അതായത് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെ സൗകര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ഒരുക്കുന്നത്, സേഫ്റ്റിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് FMSൽ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റലിൽ HRM വിഭാഗം ഉണ്ടാകും. ആ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് HRM പറയുന്നത്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, IMS എന്ന് പറയും. അതായത് ധാരാളം കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്, ധാരാളം സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് അല്ലെ. അതായത് പേഷ്യന്റ് റിസപ്ഷനിലേക്ക് വരുന്നത് മുതൽ മെഡിക്കേഷൻ വാങ്ങിച്ച് തിരികെ പോകുന്നത് വരെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ആണോ? കമ്പ്യൂട്ടറൈസ്ഡ് ആണോ? എല്ലാ വിവരങ്ങളും ആണല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ.
ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത്. നെക്സ്റ്റ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. അതായത് നാബിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. മാനുവൽ, quality, safety and infection control. These three manuals must be assessed and revised every year. അതായത് നാബിന്റെ മാനുവൽ ഉണ്ട്. അതായത് അവരുടെ ഒരു മാനുവൽ അനുസരിച്ച് അവർ പറയുന്ന ഒരു കാര്യം അനുസരിച്ച് 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 1 ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, 2 സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, 3 ഇൻഫെക്ഷൻ കൺട്രോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങളിലും എല്ലാ വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുവാണ്, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി നല്ല രീതിയിലാണോ, സേഫ്റ്റി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ. ഇനി പ്രധാനപ്പെട്ട കമ്മിറ്റികൾ കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. നാബിന്റെ ഇതനുസരിച്ച് അതായത് പല പല കമ്മിറ്റികൾ ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിൽ തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പല പല കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കമ്മിറ്റിയാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, അല്ലെ, മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, അതായത് ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം അതുപോലെ തന്നെ അവിടുത്തെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയാണ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ 3 ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതായത് ഫാർമസി അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മിറ്റീസ്. ദെൻ കോഡ് ബ്ലൂ കമ്മിറ്റി. കോഡ് ബ്ലൂ എന്താണ്? നിരന്തരമായി നമ്മൾ പഠിക്കുന്ന അല്ലെ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ് കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രാൻസ്ഫർ ചെയ്യാറുണ്ടോ? ട്രാൻസ്ഫർ ചെയ്യാറില്ലേ ഹോസ്പിറ്റലുകളില്? ബ്ലഡ് ബാങ്ക് എന്തിനാ? എമർജൻസി സമയത്തൊക്കെ എന്ത് ചെയ്യാം? ബ്ലഡ് ആവശ്യമായിട്ട് വരിക അല്ലെ? ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്മിറ്റി ഉള്ളത്. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, അതായത് എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയാണത് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ദെൻ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഇടയിലല്ല, അതായത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? സ്വർണോ സ്റ്റാഫുകൾ തമ്മില് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? അതായത് ചിലപ്പോ ഒരു മുതിർന്ന ആള് സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ചിലപ്പോൾ ജൂനിയർ സ്റ്റാഫിൽ ചിലപ്പോ എന്താ പറയാ ചീത്ത വാക്കുകൾ പറയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ സ്റ്റാഫുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി നിലവിലുള്ളത്. ഓക്കെ, ഇത്രയും കമ്മിറ്റികളാണ് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം കേട്ടോ. ആയിരുന്നു? ഓക്കെ, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എനി ഡൗട്ട്? ഇല്ല അല്ലെ? എല്ലാം മനസ്സിലായി. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ചിട്ട് വരിക കേട്ടോ. നന്നായിട്ട് വായിക്കുക. ഇന്നെടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. ഫ്രൈഡേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നാബിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ഇതിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്തൊക്കെയാണ്, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യം ചുരുക്കി പറയാം. അതായത് എന്തൊക്കെ മാനദണ്ഡങ്ങൾ, എന്തൊക്കെ ക്രൈറ്റീരിയയാണ്, അതായത് KPI എന്ന് പറയും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണ് ഒരു ഹോസ്പിറ്റലില് നാബ് നോക്കുന്നത്, അത് എങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്ത് അത് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതെന്നാണ് അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ.
Okay, Miss. Okay, thank you. Thank you. Thank you, Miss. Thank you, ma'am. Thank you.